ഈ വർഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ആസ്ട്രോണോമിക്കൽ ഒബ്ജക്റ്റാണ് 3I അറ്റ്ലസ്. 3I അറ്റ്ലസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സും ഒരു ആസ്ട്രോഫിസിസിസ്റ്റ് എന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തിട്ടുള്ള ചില കാര്യങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത്. ആദ്യം 3I അറ്റ്ലസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അതിനുശേഷം പുതിയ അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. ജൂലൈ മാസം 1-ാം തീയതി 2025 നമ്മൾ 3I അറ്റ്ലസിനെ കണ്ടെത്തുന്നത്. 3I അറ്റ്ലസ് എന്നതിന് പേര് കിട്ടാനുള്ള കാരണം മൂന്നാമതായിട്ട് നമ്മുടെ സൗരയൂഥത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ഇൻ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. അതിൻ്റെ അർത്ഥം ചരിത്രത്തിൽ ഇന്നേ വരെ നമ്മുടെ സൗരയൂഥത്തിലൂടെ 3 ഇൻ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് കടന്നു പോയിട്ടുള്ളൂ എന്നല്ല. നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് 3 മാത്രമാണ്. ശാസ്ത്രമൊക്കെ വളരുന്നതിന് മുൻപ് ഒരുപാട് ഇൻ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റുകൾ ഇതുവഴി കടന്നു പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതൊന്നും കാണാനോ തിരിച്ചറിയാനോ നമുക്ക് സാധിച്ചിട്ടില്ലെന്ന് മാത്രം. ഇൻ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റർസ്റ്റെല്ലാർ സ്പേസിൽ നിന്ന് വരുന്ന ഒരു വസ്തു എന്നാണ്. ഇൻ്റർസ്റ്റെല്ലാർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർ സിസ്റ്റത്തിൻ്റെ ഭാഗമല്ലാത്ത മീഡിയ എന്നാണ്. നമ്മുടെ സൗരയൂഥം നമ്മുടെ സൂര്യൻ എന്ന നക്ഷത്രത്തിൻ്റെ സിസ്റ്റത്തിനുള്ളിൽ വരുന്ന ഒരു പ്രദേശമാണ്. അതുപോലെ തന്നെ ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങളുടെ ഉള്ളിൽ ഒരുപാട് സെലസ്റ്റിയൽ ഒബ്ജക്റ്റുകളുമുണ്ട്. എന്നാൽ ഈ നക്ഷത്രങ്ങളുടെ സ്റ്റാർ സിസ്റ്റങ്ങളുടെ ഇടയിൽ വലിയ ശൂന്യതയുണ്ട്. പൂർണ്ണമായിട്ടും ശൂന്യതയാണെന്ന് പറയാൻ സാധിക്കില്ല, എന്നാൽ ഏറെക്കുറെ ശൂന്യതയാണ്. അത് ഒരു സ്റ്റാർ സിസ്റ്റത്തിൻ്റെ ഭാഗമല്ല. അത്തരത്തിലുള്ള ശൂന്യമായിട്ടുള്ള സ്പേസിൽ നിന്ന് വരുന്ന ഒബ്ജക്റ്റുകളാണ് ഇൻ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ്. അതിൻ്റെ അർത്ഥം അത് എക്കാലത്തും ഇൻ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് ആയിരുന്നു എന്നല്ല. അതിന് മുൻപ്, വർഷങ്ങൾക്ക് മുമ്പ് അത് ഏതോ ഒരു സ്റ്റാർ സിസ്റ്റത്തിൻ്റെ ഭാഗമായിരുന്നു. ആ സ്റ്റാർ സിസ്റ്റത്തിൻ്റെ വളരെ അടുത്തുകൂടെ ഒരു നക്ഷത്രം പോയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഹോൾ കടന്നു പോയതുകൊണ്ടോ അവിടെ ഉണ്ടായ ഗ്രാവിറ്റേഷണൽ വേവ്സിനെ തുടർന്നാണ് അത്തരത്തിലുള്ള സെലസ്റ്റിയൽ ഒബ്ജക്റ്റുകൾ അവിടെ നിന്നും വെളിയിലേക്ക് എത്തപ്പെടുന്നത്. അങ്ങനെ വെളിയിലൂടെ യാത്ര ചെയ്ത് ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ അത് വേറെ ഏതെങ്കിലും ഒരു സ്റ്റാർ സിസ്റ്റത്തിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകും. അങ്ങനെ നമ്മുടെ സ്റ്റാർ സിസ്റ്റത്തിൻ്റെ ഉള്ളിലൂടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതാണ് 3I അറ്റ്ലസ്. ഇത്തരത്തിൽ ആദ്യമായി നമ്മുടെ സ്റ്റാർ സിസ്റ്റത്തിൻ്റെ ഉള്ളിലൂടെ കടന്നുപോയത് ഓമുവാമുവയായിരുന്നു. രണ്ടാമത് കടന്നുപോയത് 2I ബോറിസോവുമായിരുന്നു. പേരിൽ അറ്റ്ലസ് എന്ന് വരാൻ കാരണം ചിലിയിൽ സ്ഥിതി ചെയ്യുന്ന അറ്റ്ലസ് ഒബ്സർവേറ്ററിയുടെ സഹായത്താലാണ് ആദ്യമായിട്ട് ഇതിനെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അറ്റ്ലസിൻ്റെ ഫുൾ ഫോം ആസ്ട്രോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്റ്റ് ലാസ്റ്റ് അലേർട്ട് സിസ്റ്റം എന്നാണ്. ഇതിന് ഒരു ഹൈപ്പർബോളിക് പാത്താണുള്ളത്. നമ്മുടെ സൗരയൂഥത്തിലുള്ള കോമറ്റുകൾ, ആസ്ട്രോയിഡുകൾ, പ്ലാനറ്റുകളൊക്കെ ഒരു എലിപ്റ്റിക്കൽ പാത്തിലൂടെയാണ് സൂര്യന് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഇൻ്റർസ്റ്റെല്ലാറിന് ഒരു ഹൈപ്പർബോളിക് പാത്ത് ആയതുകൊണ്ട് ഇത് ഒരിക്കലും സൂര്യന് ചുറ്റും വലം വയ്ക്കില്ല. നമ്മുടെ സ്റ്റാർ സിസ്റ്റത്തിൻ്റെ ഭാഗം മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെയൊക്കെ ആയിരിക്കും ഇത് പോകുന്നത്. എന്നാൽ അത് സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറയാനും സാധിക്കില്ല. അതിൽ ഒരു ചെറിയ തരത്തിലുള്ള കർവേച്ചർ നമുക്ക് കാണാൻ പറ്റും. 3I അറ്റ്ലസിനെ നമ്മൾ ആദ്യമായിട്ട് കണ്ടെത്തുമ്പോൾ അതൊരു വാൽ നക്ഷത്രമാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. പിന്നീടുള്ള പഠനങ്ങളിലൂടെയാണ് അതിൻ്റെ പുറകിലേക്കൊരു വാലുണ്ട്, അത് ആ പദാർത്ഥത്തിൽ നിന്നും ഉരുകി ഒലിക്കുന്ന പദാർത്ഥങ്ങളാണ് അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനെ തുടർന്ന് അതിന് പുതിയൊരു പേര് കൂടെ കൊടുത്തു, C-bar 2025 N1. അതിലെ C സൂചിപ്പിക്കുന്നത് വാൽ നക്ഷത്രത്തെ അല്ലെങ്കിൽ കോമറ്റിനെയാണ്. 2025 സൂചിപ്പിക്കുന്നത് അതിനെ നമ്മൾ ആദ്യമായിട്ട് കണ്ടെത്തിയ വർഷത്തെയാണ്. N1 സൂചിപ്പിക്കുന്നത് അത് കണ്ടെത്തിയ മാസത്തെയാണ്. ഇൻ്റർനാഷണൽ ആസ്ട്രോണോമിക്കൽ യൂണിയൻ്റെ നോമൻക്ലേച്ചർ അനുസരിച്ച് ഒരു വർഷത്തെ 24 ഡിവിഷനുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ജനുവരി 1-ാം തീയതി മുതൽ ജനുവരി 15-ാം തീയതി വരെയുള്ള തീയതികളെ A എന്നാണ് പറയുന്നത്. അതിനുശേഷം വരുന്നത് B. അങ്ങനെ നമുക്ക് 24 ഡിവിഷനുകളായിട്ട് തരംതിരിക്കാം. അതിൽ I എന്ന ആൽഫബറ്റിനെ മനഃപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം I കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ 1 എന്നായിരിക്കും വായിക്കുക. ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് Iയെ ഒഴിവാക്കി അതിനുശേഷം വരുന്ന ആൽഫബറ്റാണ് പിന്നീട് ഉപയോഗിക്കുന്നത്. ജൂലൈ മാസം 1-ാം തീയതി കണ്ടെത്തിയത് കൊണ്ടാണ് ഇതിന് N1 എന്നുള്ള ഒരു പേര് കിട്ടിയിരിക്കുന്നത്. ഈ കോമറ്റിന് അസാധ്യമായ ഒരു വേഗതയാണുള്ളത്. സൂര്യനിൽ നിന്നും ഇതിൻ്റെ ദൂരം 1.36 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് ആയിരുന്ന സമയത്ത് ഇതിൻ്റെ വേഗത 1 മണിക്കൂറിൽ 2,46,000 കിലോമീറ്റർ ആയിരുന്നു. അത് നമ്മൾ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 സെക്കൻഡിൽ 68 കിലോമീറ്റർ വേഗതയിലാണ് ഇത് അപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. സൂര്യനിൽ നിന്ന് 1.36 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് അകലെ എന്ന് പറയുമ്പോൾ അത് ഭൂമിയും സൂര്യനും തമ്മിലുണ്ടാക്കുന്ന ശരാശരി ദൂരത്തേക്കാൾ വളരെ കൂടുതലാണ്. ഭൂമിയും സൂര്യനും തമ്മിലുണ്ടാക്കുന്ന ശരാശരി ദൂരത്തിൻ്റെ യൂണിറ്റാണ് 1 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്. നമ്മുടെ സൗരയൂഥത്തിൽ തന്നെ ഉണ്ടാകുന്ന സൗരയൂഥത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോമറ്റുകളുടെ വേഗത ഇതിൻ്റെ പകുതിയാണ്. പരമാവധി കോമറ്റുകൾക്ക് 1 സെക്കൻഡിൽ 36 കിലോമീറ്റർ വേഗതയിലേ സഞ്ചരിക്കാൻ സാധിക്കത്തുള്ളൂ. ഇതിൻ്റെ കാരണം ഇൻ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റുകൾക്ക് 2 എഞ്ചിനുണ്ട്.
അതേസമയം നമ്മുടെ സൗരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോമറ്റുകൾക്കും ആസ്ട്രോയിഡുകൾക്കുമൊക്കെ ഒരൊറ്റ എഞ്ചിനേ ഉള്ളൂ. എഞ്ചിനെന്ന് പറയുമ്പോൾ നിങ്ങളത് വാഹനത്തിൽ ഉപയോഗിക്കുന്ന എഞ്ചിനായിട്ട് കമ്പയർ ചെയ്യരുത്. എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എഞ്ചിൻ എന്ന് പറഞ്ഞത്. അതെങ്ങനെയാണെന്ന് ഞാനൊരു ചെറിയ ഉദാഹരണത്തിലൂടെ പറയാം. നിങ്ങളൊരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്കൊരു കല്ല് ഇടുകയാണ്. വലിച്ചെറിയുമല്ല, ജസ്റ്റ് നിങ്ങൾ ഫ്രീ ഫോളിലൂടെ അത് താഴേക്ക് ഇടുകയാണ്. താഴേക്ക് പോകും തോറും അതിൻ്റെ വേഗത വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതായത് ഭൂമിയുടെ പ്രതലത്തിൽ തട്ടുന്നതിന് തൊട്ട് മുമ്പായിരിക്കും അതിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത്. ഭൂമിയുടെ ഗുരുത്വാകർഷണം കാരണം ഒരു സെക്കൻഡിൽ 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്ന ആക്സലറേഷനിലാണ് അതിൻ്റെ വേഗത വർദ്ധിക്കുന്നത്. അത് യൂണിഫോമായിട്ട് തന്നെ അങ്ങനെ പോകും. അത് ഒരു എഞ്ചിനാണ്. നമ്മുടെ സൗരത്തിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ ഒബ്ജക്റ്റുകൾക്കും സൂര്യൻ കാരണം ഉണ്ടാകുന്ന അല്ലെങ്കിൽ സൂര്യൻ്റെ ഗ്രാവിറ്റി കാരണം ഉണ്ടാകുന്ന ഈ ഒരു ആക്സലറേഷൻ ഉണ്ടായിരിക്കും. പക്ഷേ ഇൻ്റർസ്റ്റെല്ലാർ സ്പേസിൽ നിന്ന് വരുന്ന ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ സൂര്യൻ കാരണം ഉണ്ടാകുന്ന ഈ ഒരു ആക്സലറേഷൻ അല്ലെങ്കിൽ സൂര്യൻ്റെ ഈ ഒരു എൻജിൻ പവർ മാത്രമായിരിക്കില്ല ഉണ്ടായിരിക്കുക. അതിന് ഒരു ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ടല്ലോ. നമ്മുടെ സൗരത്തിലുണ്ടാകുന്ന കോമറ്റുകൾ അല്ലെങ്കിൽ വാൽനക്ഷത്രങ്ങളുടെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഏകദേശം 0 km/s ആണ്. അതായത് അത് ഒട്ടും തന്നെ കമ്പാരിറ്റീവ്ലി സഞ്ചരിക്കാത്ത സമയത്താണ് ഒരു കോമറ്റായിട്ട് മാറുന്നത്. കോമറ്റുകളുടെ തുടക്കം നമ്മുടെ സൗരത്തിന് ചുറ്റുമുള്ള ഒരു വലിയ ഗോളത്തിൽ നിന്നാണ്. അതിനെ നമ്മൾ ഊർട്ട് ക്ലൗഡ് എന്ന് പറയും. ആ ഊർട്ട് ക്ലൗഡിൽ ഒരുപാട് പദാർത്ഥങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഐസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പദാർത്ഥങ്ങളാണ്. ആ പദാർത്ഥങ്ങൾ പലതരത്തിലുള്ള ഗ്രാവിറ്റേഷണൽ വേവ് ഇൻട്രാക്ഷൻസിനെ തുടർന്ന് അവിടെ നിന്ന് അടർന്ന് നേരെ നമ്മുടെ സൗരത്തിൻ്റെ ഉള്ളിലേക്ക് യാത്ര ചെയ്യും. അങ്ങനെ അത് അടർന്ന് ഉള്ളിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഏകദേശം 0 km/s ആയിരിക്കും. പിന്നീട് അത് സൂര്യൻ അടുത്തേക്ക് സഞ്ചരിക്കുമ്പോഴായിരിക്കും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത്, ഒരു കല്ല് താഴേക്ക് വീഴുന്നത് പോലെ. എന്നാൽ അങ്ങനെ താഴേക്ക് വീഴുന്ന കല്ലിനെ നമ്മൾ സ്വാഭാവികമായിട്ടും ഇടാതെ വലിച്ചെറിയുകയാണെങ്കിൽ അത് കുറേ കൂടെ ശക്തമായിട്ടുള്ളൊരു വേഗതയിലായിരിക്കും ഭൂമിയുടെ പ്രതലത്തിൽ വന്ന് പതിക്കുന്നത്. ഇൻ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റുകൾക്കും അതുതന്നെയാണ് സംഭവിക്കുന്നത്. ഈ ഇൻ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് നമ്മുടെ സൗരത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ അതിന് ഒരു സെക്കൻഡിൽ 58 കിലോമീറ്റർ വേഗതയുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സൗരത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കോമറ്റുകൾക്ക് വെറും 0 km/s മാത്രമായിരുന്നു ഇനിഷ്യൽ വെലോസിറ്റി. ആ ഒരു വ്യത്യാസം കാരണമാണ് സൂര്യൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഇതിന് 68 km/s വേഗതയുണ്ടാകുന്നത്. പക്ഷേ നമ്മൾ ഇന്നുവരെ കണ്ടെത്തിയിട്ടുള്ള ഇൻ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റുകളിൽ വെച്ച് ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും വേഗതയിൽ സൗരത്തിലേക്ക് കടന്നിട്ടുള്ളത് ഈ ഒരു ഇൻ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റാണ്. ഇതിനു മുൻപ് ഇവിടേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്ന ഓമുവാമുവയുടെ വേഗത ഒരു സെക്കൻഡിൽ 26 km/s ആയിരുന്നു. ബോറിസോവിൻ്റെ വേഗത 32 km/s സൂര്യൻ്റെ വളരെ അടുത്തെത്തുമ്പോഴുള്ള വേഗതയല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ സൗരത്തിലേക്ക് കടക്കുമ്പോഴുള്ള വേഗതയാണ്. അതിൻ്റെ സ്ഥാനത്ത് നമ്മുടെ മൂന്നാമത്തെ 3i അറ്റ്ലസിൻ്റെ വേഗത ഒരു സെക്കൻഡിൽ 58 km ആയിരുന്നു. 3i അറ്റ്ലസ് സാധാരണക്കാർക്കിടയിൽ വലിയ ചർച്ചാ വിഷയമാകാനുള്ള ഒരു കാരണം ഹാർവാർഡ് സർവകലാശാലയിലെ ഒരു ഗവേഷകനായ ആവി ലോബാണ്. ആവി ലോബ് എല്ലാവരെയും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് നടത്തിയത്. ഇതൊരു സാധാരണ ഇൻ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് ഒന്നുമല്ല. സാധാരണ ഇൻ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റിന് ഒരിക്കലും ഇത്രയും വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കത്തില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് ഒരു ടെക്നോ സിഗ്നേച്ചറാണ്, അല്ലെങ്കിൽ ഏലിയൻസ് നിർമ്മിച്ചിട്ടുള്ള ഒരു ടെക്നോളജി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഏലിയൻ പേടകമാണെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ എല്ലാവരും ഞെട്ടിക്കുന്ന മറ്റൊരു പ്രസ്താവന കൂടി ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ 30 ആകുന്നതോടുകൂടി ഇത് ബ്ലൈൻഡ് സ്പോട്ടിലാകും. അതായത് ഭൂമിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കത്തില്ല. കാരണം ആ സമയത്ത് സൂര്യൻ്റെ മറുഭാഗത്തായിട്ടായിരിക്കും ഇത് സ്ഥിതി ചെയ്യുന്നത്. ആ സമയത്ത് അവിടെ നിന്നും ഏലിയൻ പേടകങ്ങൾ, അതായത് ഈ ഇൻ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ തന്നെ വേറെയും ഏലിയൻ പേടകങ്ങളുണ്ട്. ആ ഏലിയൻ പേടകങ്ങളിലൂടെ അവർ നമ്മുടെ ഭൂമിയിൽ എത്തിച്ചേരും, അല്ലെങ്കിൽ ഭൂമിയെ ആക്രമിക്കും, അല്ലെങ്കിൽ അതിനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്ന ആ വേഗതയുടെ കാരണം അത് ഒരിക്കലും ഏലിയൻ പേടകമായതുകൊണ്ടല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞിരുന്നു. ഒക്ടോബർ 30 അദ്ദേഹം പറഞ്ഞതുപോലുള്ള ഒരു ഏലിയൻ ആക്രമണവും ഉണ്ടായില്ല. കാരണം അതിൽ ഏലിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതൊരു ഏലിയൻ പേടകവുമല്ല. ആവി ലോബിൻ്റെ ഏറ്റവും പുതിയ പ്രസ്താവന അനുസരിച്ച് കോമറ്റിൻ്റെ പുറകിൽ എക്സ് ആകൃതിയിലുള്ള ഒരു ടെയില് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ എക്സ് ആകൃതിയിലുള്ള ഒരു ടെയില് അത് സ്വാഭാവികമായിട്ടൊരിക്കലും ഉണ്ടാകുന്നതല്ല. ഏലിയൻസ് ഉണ്ടാക്കിയ ഒരു ത്രസ്റ്റർ അല്ലെങ്കിൽ ഒന്നിലധികം ത്രസ്റ്ററുകളുടെ പ്രവർത്തനം കാരണമാണ് അവിടെ എക്സ് ആകൃതിയിലുള്ള ടെയിൽ ഉണ്ടായിട്ടുള്ളതെന്നാണ്. ശരിക്കും ആദ്യമായിട്ടല്ല എക്സ് ആകൃതിയിലുള്ള ടെയിൽ ഒരു കോമറ്റിൽ നമ്മൾ കണ്ടെത്തുന്നത്. 1997 ഹാലി ബോബ് കോമറ്റിലും 2007
മാക്നോട്ട് കോമറ്റിലും നമ്മൾ ഇതേ തരത്തിൽ എക്സ് ആകൃതിയിലെ ടെയിൽ കണ്ടിരുന്നു. കോമറ്റ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് ഐസ് രൂപത്തിലുള്ള പദാർത്ഥങ്ങളാണ്. സൂര്യൻ്റെ അടുത്തേക്ക് വരുന്നതനുസരിച്ച് സൂര്യൻ്റെ ശക്തമായിട്ടുള്ള റേഡിയേഷൻ കാരണം അത് ഉരുകി അല്ലെങ്കിൽ അത് പെട്ടെന്ന് ദ്രാവക രൂപത്തിലേക്ക് മാറുന്നതാണ്. അങ്ങനെ ദ്രാവക രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ സൂര്യൻ്റെ സോളാർ വിൻഡ് കാരണം പിന്നീട് ഈ ഒരു ഇൻ്റർസ്റ്റെല്ലർ ഒബ്ജക്റ്റിൻ്റെ മുന്നോട്ടുള്ള യാത്ര കാരണം പിന്നിലേക്ക് ഒരു വാല് പോലെ ഇങ്ങനെ ഉരുകി മാറിയിട്ടുള്ള പദാർത്ഥങ്ങളെ, ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് ഒരു വാൽ നക്ഷത്രത്തിന് അല്ലെങ്കിൽ ധൂമകേതുവിന് പിന്നിലേക്ക് ഒരു വാൽ ഉണ്ടായിരിക്കുന്നത്. അതിന് എക്സ് ആകൃതിയിലുള്ള ഒരു വാൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ അതിന് എക്സ് ആകൃതിയിലുള്ള ഒരു വാൽ ഉണ്ടാകുന്നതല്ല, അതൊരു ഒപ്റ്റിക്കൽ ഇലൂഷനാണ്. അതിൻ്റെ പിന്നിൽ രണ്ട് കാരണങ്ങളുണ്ട്: നെക്ക് ലൈൻ സ്ട്രക്ചറും സിങ്ക്രോണിക് ബോണ്ടും. കോമറ്റിൽ നിന്ന് ഉരുകി മാറുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസ് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള തരത്തിലുണ്ട്. ഒന്ന് വളരെ നേർത്ത കണങ്ങളായിട്ട് മാറുന്നുണ്ട്, അതാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. പ്രധാനമായിട്ടും ഒരു നീണ്ട വാല് പോലെ കാണുന്നത് ഈ ഫൈൻ പാർട്ടിക്കിൾസിനെയാണ്. എന്നാൽ ഫൈൻ പാർട്ടിക്കിൾസ് മാത്രമല്ലാതെ കുറച്ചുകൂടെ വലിപ്പക്കൂടുതലുള്ള പദാർത്ഥങ്ങളും ഇങ്ങനെ അതിൽ നിന്നും അടർന്നു മാറുന്നുണ്ട്. വലിപ്പക്കൂടുതലുള്ള പദാർത്ഥങ്ങൾക്ക് വലിപ്പക്കുറവുള്ള ഫൈൻ പാർട്ടിക്കിൾസിൻ്റെ അത്രയും വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കില്ല. മാസ് കൂടും തോറും അതിൻ്റെ വേഗത കുറയും. അങ്ങനെ വേഗത കുറയുന്നത് കാരണം ഇത് പുറകിലേക്ക് അങ്ങനെ അങ്ങ് നീണ്ടുപോകില്ല. അതിന് പകരം ശരിക്കും ആ കോമറ്റ് ഏത് പാത്തിലാണോ പോകുന്നത് അതേ പാത്തിലൂടെ തന്നെ ഈ അടർന്നു മാറിയ ചെറിയ കഷ്ണങ്ങളും സഞ്ചരിക്കും. അങ്ങനെ രണ്ട് വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിക്കുന്ന, രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ദിശയിലേക്ക് പോകുന്ന വാലുകൾ ഒരു കോമറ്റിനുണ്ടാകുന്നു. ഭൂമി ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടൊന്നുമല്ല സഞ്ചരിക്കുന്നത്, അതൊരു വലിയ കർവേച്ചറിലൂടെ വളഞ്ഞാണ് പോകുന്നത്. അങ്ങനെ വളഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഭൂമിയിലുള്ള ഒബ്സർവേറ്ററികളും വളഞ്ഞു തന്നെയാണ് പോകുന്നത്. അങ്ങനെയുള്ള ഒബ്സർവേറ്ററികളിലൂടെ നമ്മൾ ഈ ഒരു കോമറ്റിനെ നിരീക്ഷിക്കുമ്പോൾ ആ കോമറ്റിൽ അടങ്ങിയിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഈ രണ്ട് വാലുകൾ എക്സ് ആകൃതിയിൽ നമുക്ക് തോന്നിക്കുന്നതാണ്. നമ്മുടെ ഭൂമിയിലുള്ള ഒബ്സർവേറ്ററികൾ മാത്രമല്ല ഇത് ബാധകം. സ്പേസ് ടെലസ്കോപ്പുകളും സ്ട്രെയിറ്റ് ലൈനായിട്ടല്ല സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ മാർസിന് ചുറ്റും വലം വയ്ക്കുന്ന അതിൻ്റെ സാറ്റലൈറ്റുകളും ഒന്നും സ്ട്രെയിറ്റ് ലൈനായിട്ടല്ല സഞ്ചരിക്കുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കർവേച്ചർ ഉണ്ടാകുന്നത് കൊണ്ട് ഒരു എക്സ് ആകൃതിയായിട്ട് നമുക്ക് തോന്നുന്നു എന്ന് മാത്രം. രണ്ടാമത്തെ കാരണമായ സിങ്ക്രോണിക് ബോണ്ട് അനുസരിച്ച് കോമറ്റുകൾ സ്വയം കറങ്ങാറുണ്ട്, ഒന്ന് സ്പിൻ ചെയ്യും. അങ്ങനെ സ്പിൻ ചെയ്യുന്നത് കാരണം അഡീഷണലായിട്ട് കൂടുതൽ പദാർത്ഥങ്ങൾ അതിൽ നിന്നും വേർപെട്ട് മാറും. അങ്ങനെ അഡീഷണലായിട്ട് മാറുന്ന പദാർത്ഥങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടെയിൽ കൂടി ഉണ്ടാക്കും. ആ ടെയില് മെയിൻ ടെയിലിനേക്കാൾ തീർത്തും വ്യത്യസ്തമായിരിക്കും. ആ ടെയിലിൻ്റെ ദിശ മെയിൻ ടെയിലിൻ്റെ പെർപെൻഡിക്കുലർ ആയിരിക്കും. അങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ടെയിൽ കൂടെ വരുമ്പോൾ എക്സ് ആകൃതി നമുക്ക് തോന്നും. ആവിലോബിൻ്റെ മറ്റൊരു വാദം അനുസരിച്ച് കോമറ്റിൻ്റെ പിന്നിലേക്ക് നീണ്ടുപോകുന്ന വാല് കുറേയധികം ലൈനുകൾ പോലെയാണ്. ആ ലൈനുകൾ കൃത്യം പാരലലാണ്, അത് ഒരു ഭാഗത്തും പോയി കൂട്ടിമുട്ടില്ല. അതിൻ്റെ അർത്ഥം ഈ രണ്ട് വാലുകളും ഉണ്ടായിരിക്കുന്നത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ത്രസ്റ്ററുകളിൽ നിന്നാണ്. രണ്ട് ത്രസ്റ്ററുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏലിയൻസ് നിർമ്മിച്ചിട്ടുള്ള പേടകമാണെന്നാണ്. പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം ഇസ്രോയിലെയും നാസയിലെയും ഗവേഷകർ തന്നെ കൊടുത്തിട്ടുണ്ട്. അതും ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ്. ഉദാഹരണത്തിന് രണ്ട് പാരലലായിട്ട് പോകുന്ന റെയിൽവേ പാതകൾ. നമ്മുടെ റെയിൽ പാതകളിലൊക്കെ നമുക്ക് ഒന്നിലധികം പാതകൾ കാണാൻ സാധിക്കും. ഒരേ സമയത്ത് ഒന്നിലധികം ട്രെയിനുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കും. നമ്മൾ നോക്കുമ്പോൾ അത് രണ്ടും പാരലാണ്. പക്ഷേ അത് ഒരു ഘട്ടം കഴിയുമ്പോൾ പരസ്പരം കൂടിച്ചേർന്ന് ഒരൊറ്റ ലൈനായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു കോമറ്റിൽ നിന്ന് ഒരേപോലെ തന്നെ ഉണ്ടാകുന്ന വാലുകൾ അത് കുറേയധികം നീണ്ടുപോകുമ്പോൾ ഒരു പാരലൽ ലൈനായിട്ട് നമുക്ക് തോന്നുന്നതാണ്. അത് യഥാർത്ഥത്തിൽ പാരലൽ ലൈനല്ല, അത് അങ്ങ് കോമറ്റിൻ്റെ ഭാഗത്തെത്തുമ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ കൂട്ടിമുട്ടും. മറ്റൊരു വാദം ആൻറ്റി ടെയിലാണ്. സൂര്യന് നേർക്ക് സഞ്ചരിക്കുമ്പോൾ കോമറ്റിൻ്റെ വാല് എപ്പോഴും സൂര്യൻ്റെ പിൻഭാഗത്തേക്കായിരിക്കണം, അല്ലാതെ ഒരിക്കലും സൂര്യൻ്റെ മുൻഭാഗത്തേക്ക് വാല് വരാൻ പാടില്ല. മുൻഭാഗത്തേക്ക് വാലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് ഒരു കോമറ്റല്ല, മറിച്ച് ഒരു ഏലിയൻ പേടകമാണ്. ആ ഏലിയൻ പേടകത്തിൻ്റെ ത്രസ്റ്ററുകൾ പ്രവർത്തിക്കുന്നത് കാരണമാണ് ഈ വാലുണ്ടാകുന്നതെന്നാണ്. പക്ഷേ ഈ പറയപ്പെടുന്ന ടെയിലും ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ്. എല്ലാം ഞാൻ ഒപ്റ്റിക്കൽ ഇല്യൂഷനാണെന്ന് വെറുതെ പറയുന്നതല്ല, അതിന് തക്കതായിട്ടുള്ള റീസണുകളുണ്ട്. ഇങ്ങനെ സഞ്ചരിക്കുന്ന കോമറ്റുകളിൽ ആൻറ്റി ടെയിലുകൾ കാണുന്നത് സ്വാഭാവികമാണ്. ഇതിനു മുമ്പും പല കോമറ്റുകളിലും നമ്മൾ ആൻറ്റി ടെയിലുകൾ കണ്ടിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ആൻറ്റി ടെയിൽ അല്ല. ഭൂമിയിലുള്ള ഒബ്സർവേറ്ററികളുടെയും സ്പേസ് ടെലസ്കോപ്പുകളുടെയും ഒക്കെ നേർരേഖയിലല്ലാത്ത വളഞ്ഞ് പോകുന്ന കർവേച്ചറിൽ പോകുന്ന ഓർബിറ്റൽ പാത്ത് കാരണമാണ് ഈ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ഉണ്ടാകുന്നത്.
അതിന് ഞാനൊരു ഉദാഹരണം പറയാം. പൊടിയൊക്കെ പറപ്പിച്ചുകൊണ്ട് വരുന്ന ഒരു കാർ, ആ കാറിൻ്റെ പിന്നിലേക്ക് ഒരു വാല് പോലെ പൊടിപടലങ്ങളുണ്ട്. ഇപ്പോൾ റോഡിൽ കൂടെ അല്ല, അത് ഓഫ് റോഡിലൂടെ ഓടുന്ന ഒരു കാറാണ്. കുറേ നേരം ഓടിയതിന് ശേഷം അത് പെട്ടെന്നൊന്ന് യു ടേൺ എടുത്ത് പോവുകയാണെങ്കിൽ അതിൻ്റെ മുൻഭാഗത്ത് വാലുള്ളതായിട്ട് നമുക്ക് തോന്നും. അതിൻ്റെ മുൻഭാഗത്ത് വാലുള്ളത് കൊണ്ടല്ല, സഞ്ചാരത്തിൽ ഒരു ഡീവിയേഷൻ ഉണ്ടാകുന്നത് കൊണ്ടാണ് മുൻഭാഗത്ത് വാലുള്ളതായിട്ട് തോന്നുന്നത്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് നമ്മുടെ കോമറ്റ് യു ടേൺ എടുത്ത് പോകുന്നുണ്ടോയെന്നായിരിക്കും, അല്ലെങ്കിൽ ഭൂമി യു ടേൺ എടുത്ത് പോകുന്നുണ്ടോയെന്നായിരിക്കും. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞത്. ഇപ്പോൾ യു ടേൺ എടുത്ത് പോകാതെ നമ്മൾ നോക്കുന്ന ആ ഒബ്സർവർ വളഞ്ഞു പോവുകയാണെങ്കിൽ, ഒരു കർവേച്ചറിലൂടെ പോവുകയാണെങ്കിലൊക്കെ ആ പിന്നിലേക്ക് പോകുന്ന പൊടിപടലത്തിൻ്റെ ആ വലിയ വാല് അത് ഈ കാറിൻ്റെ മുൻഭാഗത്തായിട്ടൊക്കെ വരുന്നതായിട്ട് നമുക്ക് തോന്നിപ്പോകും. ഒക്ടോബർ മാസം 30 ഭൂമിയിലുള്ള ഒരു ഒബ്സർവേറ്ററികൾക്കും 3i അറ്റ്ലസിനെ കാണാൻ സാധിച്ചിരുന്നില്ല. കാരണം അത് ബ്ലൈൻഡ് സ്പോട്ടിലായിരുന്നു, സൂര്യൻ്റെ മറുഭാഗത്തായിരുന്നു. അതിൻ്റെ അർത്ഥം നമ്മുടെ ഒരു സാറ്റലൈറ്റുകൾക്കും കാണാൻ സാധിക്കില്ലെന്നല്ല. സോളാർ സിസ്റ്റത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് അനേകം സാറ്റലൈറ്റുകളുണ്ട്. ആ സാറ്റലൈറ്റുകളിൽ ചിത്രീകരിക്കാൻ സാധിക്കുന്ന ക്യാമറകൾ അല്ലെങ്കിൽ ടെലസ്കോപ്പുകളുമുണ്ട്. അതുപയോഗിച്ചിട്ട് നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് സൂര്യൻ്റെ മറുഭാഗത്ത് തന്നെ ആ സമയത്ത് ചൊവ്വാഗ്രഹം ഉണ്ടായിരുന്നു. ചൊവ്വാഗ്രഹത്തെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന മാർസ് റെക്കഗ്നൈസൻസ് ഓർബിറ്ററും ഉണ്ടായിരുന്നു. MROയിൽ ഘടിപ്പിച്ചിരുന്ന ഹൈ റൈസ് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ ചിത്രീകരിക്കാൻ സാധിച്ചിരുന്നു. അപ്പോൾ 3i അറ്റ്ലസും MROയും തമ്മിലുള്ള ദൂരം 3 കോടി കിലോമീറ്റർ ആയിരുന്നു. പക്ഷേ MROയിലെ ഹൈ റൈസ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ അപ്പർച്ചർ സൈസ് വളരെ വളരെ കുറവാണ്. അപ്പർച്ചർ സൈസ് എന്ന് പറയുമ്പോൾ പ്രകാശത്തെ ഉള്ളിലേക്ക് എടുക്കാൻ സാധിക്കുന്ന അതിൻ്റെ വാവട്ടമാണ്. ആ വാവട്ടം എത്രത്തോളം കൂടുന്നുണ്ടോ അത്രത്തോളം നല്ലതാണ്. കൂടുതൽ പ്രകാശം ഉള്ളിലേക്ക് കയറുമ്പോൾ വളരെ ഫെയിൻ്റായിട്ടുള്ള വളരെ ചെറിയ ചെറിയ വസ്തുക്കളെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ചെറുതാകും തോറും നമുക്ക് അത്തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കത്തില്ല. എത്ര വലിയ രീതിയിൽ നമ്മൾ സൂം ചെയ്താലും നമുക്ക് കൃത്യമായിട്ടുള്ള ഡേറ്റ കിട്ടില്ല. അതായത് ഒരു ടെലസ്കോപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അപ്പർച്ചർ സൈസിന് വലിയ പ്രാധാന്യമുണ്ട്. ഫോക്കൽ ലെങ്തിന് രണ്ടാമത് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. ഹൈ റൈസ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആംഗുലാർ റെസൊല്യൂഷൻ വെറും 1 മൈക്രോൺ റേഡിയനാണ്. അത്രയും കുറഞ്ഞ റെസൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ ഇത്രയും അകലെയുള്ള ഫെയിൻ്റായിട്ടുള്ള ഒബ്ജക്റ്റിനെ കാര്യമായിട്ട് നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കില്ല. പ്രധാനമായിട്ടും MROയുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ചൊവ്വാഗ്രഹത്തെ മാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചൊവ്വാഗ്രഹത്തിൽ നമ്മളൊരു ഡൈനിങ് ടേബിൾ കൊണ്ടുവച്ചെന്ന് കരുതുക. ആ ഡൈനിങ് ടേബിളിനെ ഇത്രയധികം ഉയരത്തിലുള്ള ഒബ്സർവേറ്ററി എങ്ങനെയാണോ കാണുന്നത് അതേ രീതിയിൽ മാത്രമാണ് ഇത്രയും അകലെയുള്ള ഒരു കോമറ്റിനെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിന് കാണാൻ സാധിക്കുന്നത്. MRO അന്ന് ചിത്രീകരിച്ച 3i അറ്റ്ലസിൻ്റെ റോ ഇമേജ് പിന്നീട് നാസ പബ്ലിഷ് ചെയ്തിരുന്നു. പബ്ലിഷ് ചെയ്തതിന് ശേഷം ഒരുപാട് ആളുകൾ നാസയെ ട്രോൾ ചെയ്യാൻ തുടങ്ങി. ലക്ഷക്കണക്കിന് അമേരിക്കൻ ഡോളേഴ്സ് ചിലവഴിച്ചിട്ടും ഇത്തരത്തിൽ വളരെ മോശമായിട്ടുള്ള ചിത്രമാണോ നിങ്ങൾക്ക് ചിത്രീകരിക്കാൻ സാധിക്കുന്നത്? അമച്ചറായിട്ടുള്ള ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് ചില ആളുകൾക്ക് അതിമനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചല്ലോ എന്നൊക്കെയാണ് പലരും അഭിപ്രായപ്പെടുന്നത്. പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നിലുള്ള ടെക്നിക്കാലിറ്റിയെക്കുറിച്ച് ഇവർക്ക് കാര്യമായിട്ട് ധാരണയില്ലെന്നുള്ളതാണ്. ഇതൊരു റോ ഇമേജാണ്. റോ ഇമേജ് അത് എത്ര മികച്ച ഒരു ഇൻസ്ട്രുമെൻ്റ് എടുത്ത് നമ്മൾ ചിത്രീകരിച്ചാലും അത് കാര്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഒന്നും കാണില്ല. ചിലപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒന്നും കാണാൻ സാധിക്കില്ല. എനിക്ക് പേഴ്സണലി ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ റിസർച്ചിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിൽ സ്ലോവേൻ ഡിജിറ്റൽ സ്കൈ സർവേയിൽ നിന്ന് ഒരുപാട് ദിവസങ്ങൾ കഷ്ടപ്പെട്ട് ഞാൻ കുറച്ച് ഗാലക്സികളുടെ ഇമേജസ് ഞാൻ ഡൗൺലോഡ് ചെയ്തിരുന്നു. ഫിറ്റ്സ് ഫോർമാറ്റിലുള്ള ഇമേജസ് ആയിരുന്നു. പിന്നീട് ഞാനത് ആസ്ട്രോപൈ ഉപയോഗിച്ചിട്ട് ഓപ്പൺ ചെയ്തു. അപ്പം വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഞാനത് ഓപ്പൺ ചെയ്യുന്നത്. എൻ്റെ ആദ്യത്തെ റിസർച്ച് വർക്കായിരുന്നു. പക്ഷേ ഞാനത് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അതായത് ആ ഇമേജിൽ ബ്ലാക്ക് കളർ മാത്രമേ ഉള്ളൂ. അത് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിരുന്നു. അത് ഫിറ്റ്സ് ഫയൽ ആയതുകൊണ്ട് ഒരിക്കലും നമുക്ക് പെയിൻറ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളോ ഒന്നും ഉപയോഗിച്ചിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. ആസ്ട്രോപൈ എന്ന് പറയുന്ന ഒരു പൈതൺ ലൈബ്രറി ഉപയോഗിച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഞാനത് ഓപ്പൺ ചെയ്തത്. അപ്പോൾ അതിലൊന്നും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ആ പെർട്ടിക്കുലർ ഇമേജിന് എന്തെങ്കിലും ടെക്നിക്കൽ ഗ്ലിച്ച് കാണും, അതുകൊണ്ടാണത് ഒന്നും കാണാൻ പറ്റാത്തതെന്നാണ്. അതുകൊണ്ട് ഞാൻ അടുത്ത ഇമേജ് എടുത്ത് നോക്കി, അതിലും ബ്ലാങ്ക് ആണ്. മൂന്നാമത്തെ ഇമേജ് നോക്കി, പിന്നെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച ബഹുഭൂരിപക്ഷം ഇമേജുകളും എടുത്ത് നോക്കി, എല്ലാത്തിലും ബ്ലാങ്ക് മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. എനിക്ക് ഭയങ്കരമായിട്ടൊരു ഡിപ്രഷൻ ഉണ്ടായി. ശരിക്കും ഈ പണി നിനക്ക് ചേർന്ന പണിയല്ല, എന്തിനാടാ നീ ഇതിൽ തന്നെ റിസർച്ച് ചെയ്യാനായിട്ട് പോയത്, നിനക്ക് PhD ചെയ്യാൻ
വേറൊന്നും കിട്ടിയില്ലേ എന്നൊക്കെ ഞാൻ എന്നോട് തന്നെ കുറേ തവണ പറഞ്ഞു. ശരിക്കും അതൊരു ക്ലിനിക്കൽ ഡിപ്രഷനാണോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ മനസ്സിലേക്ക് വരുന്നതെല്ലാം നെഗറ്റീവായിട്ടുള്ള തോട്ട്സാണ്. ഒന്നിനും കൊള്ളാത്ത ഒരു കഴിവില്ലാത്ത മനുഷ്യനാണെന്ന് ഞാൻ കുറച്ചധികം ദിവസങ്ങൾ എന്നെ തന്നെ സ്വയം ഞാൻ വിശേഷിപ്പിച്ചു. പിന്നീട് ആ ഒരു ഡിപ്രഷനൊക്കെ ശേഷം ശരിക്കും നമ്മൾ പഠിച്ച പല കാര്യങ്ങളും അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും ആ ഇരുണ്ട് കിടക്കുന്ന ഇമേജിൽ നിന്നും നമുക്ക് പല കാര്യങ്ങളും കാണാൻ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്ങിലും അതുപോലെ ആസ്ട്രോപൈ ലൈബ്രറിയിലും സ്കൈ പൈയിലുമൊക്കെ സ്കൈ ഇമേജിലുമൊക്കെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്, ഒരുപാട് ഫിൽറ്ററുകളുണ്ട്. അപ്പോൾ ആ ഫിൽറ്ററുകളും പ്രൊസീജിയറുകളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന യഥാർത്ഥ ദൃശ്യം കാണാൻ സാധിക്കും. ഗൂഗിൾ കൊലാബിൽ ഞാൻ ചെയ്തു വെച്ച ഒരു കോഡ് നിങ്ങളെ കാണിച്ചു തരാം. ഒരു റോ ഇമേജിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഗാലക്സിയുടെ ഇമേജ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ SDSSൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഒരു റോ ഇമേജാണ്. പക്ഷെ അത് പ്ലോട്ട് ചെയ്യുമ്പം അതിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഒരു ഇരുണ്ട നീല നിറം മാത്രമാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ഞാനവിടെ ഇസഡ് സ്കെയിലിങ് അപ്ലൈ ചെയ്തു. ഇസഡ് സ്കെയിലിംഗ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഗാലക്സിയുടെ ഇമേജ് ഒരു ഭാഗികമായിട്ടുള്ള രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അങ്ങിങ്ങായിട്ട് ചില നക്ഷത്രങ്ങളാണോ അതോ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗാലക്സി ആണോ എന്നൊന്നും അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനൊരു രൂപമാണ് എനിക്ക് കിട്ടിയത്. ലോഗ് നോർമലൈസേഷൻ അപ്ലൈ ചെയ്തപ്പം എനിക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ള ഒരു ഇമേജ് കിട്ടി. അത് ഒരു പക്ക ഗാലക്സി തന്നെയാണ്. പിന്നെ മുമ്പ് കണ്ടിരുന്ന ആ ചെറിയ ഡിസ്റ്റൻറ്റ് ഗാലക്സി പോലൊക്കെ തോന്നിയത് ഡിസ്റ്റൻറ്റ് ഗാലക്സി അല്ല. കാരണം ഇതൊരു നമ്മുടെ മിൽക്കി വേയുടെ അകത്ത് തന്നെ ഉള്ളൊരു സ്റ്റാറാണ്. അതങ്ങനെ സ്റ്റാറാണെന്ന് മനസ്സിലായത് അവിടെ എക്സ് മാർക്ക് കണ്ടല്ലോ, ഒരു ഡോട്ട്, ആ ഡോട്ടിൻ്റെ 4 വശങ്ങളിലേക്കായിട്ട് ഓരോ വരകൾ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നത് അത് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗാലക്സികളല്ല, മറിച്ച് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ ഉള്ളിൽ തന്നെ ഉള്ള സ്റ്റാറാണ്. ഈ കാണുന്ന വലിയ ഗാലക്സി അത് നമ്മുടെ ഗാലക്സിയിൽ നിന്നൊക്കെ വളരെ അകലെയുള്ള മറ്റൊരു ഗാലക്സിയാണ്. പിന്നെ ഞാൻ അതേ ഇമേജസ് തന്നെ ഞാൻ ഒരു കളർ മാപ്പ് കൊടുത്തു, ജെറ്റ് കളർ മാപ്പ് കൊടുത്തു. അപ്പോൾ അതിനുശേഷം എനിക്കിങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നോർമലൈസ്ഡ് ആയിട്ടുള്ള ഇമേജ്, ഇസഡ് സ്കെയിലിങ് കൊടുത്തതിന് ശേഷമുള്ള ഇമേജ്, പിന്നെ ലോഗ് നോർമലൈസ്ഡ് ഇമേജ്, മൂന്നിലും പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിൽ ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്യാം. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് സാറ്റോ എന്ന് പറയുന്ന ഒരു ഫിൽറ്ററാണ്. സ്കൈ ഇമേജിൽ വരുന്ന ഒരു ഫിൽറ്ററാണ്. അപ്പം ഫിൽറ്റർ ഞാൻ കൊടുക്കുമ്പം നോക്കി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒന്നുമില്ലാതെ ബ്ലാങ്കായിട്ട് കടന്നിരുന്ന ഇമേജിൽ എനിക്കിപ്പോൾ എന്തോ ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇത് സൂം ചെയ്ത് പോവുകയാണെങ്കിൽ, സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിക്സലായിട്ടായിട്ടുള്ള ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്ത ഒരു ഇമേജ് ആയിരിക്കും കിട്ടുക. പക്ഷേ അതേസമയം നമ്മുടെ ഇസഡ് സ്കെയിലിംഗ് അപ്ലൈ ചെയ്തിട്ടുള്ള ഇമേജിൽ നമുക്ക് ഒരുപാട് ട്യൂബുലാർ സ്ട്രക്ചർ കാണാൻ പറ്റും. ഈ സാറ്റോ അപ്ലൈ ചെയ്യുന്നത് ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് മനസ്സിലാക്കാനാണ്. മെയിനായിട്ടും അത് ബയോമെഡിക്കൽ മേഖലയിലാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കൂടെ പോകുന്ന വെയിനെയൊക്കെ തിരിച്ചറിയാൻ വേണ്ടി അത് നമ്മളെ സഹായിക്കും. ലോഗ് നോർമലൈസ്ഡ് ആകുമ്പം അത് കുറേ കൂടെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ പോർഷനിലൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല. പക്ഷേ ലോഗ് നോർമലൈസ്ഡ് എന്ന് പറയുമ്പോൾ വളരെ ഫെയിൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പോലും നമുക്കതിൽ കാണാൻ പറ്റുന്നുണ്ട്. ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിൻ്റെ ഇമേജ്, ഹബിൾ സ്പേസ് ടെലസ്കോപ്പിൻ്റെ ഇമേജ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് കിട്ടുന്നത് ശരിക്കും റോ ഇമേജസ് അല്ല. അത് സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുള്ള പ്രോസസ്ഡ് ചെയ്തിട്ടുള്ള ഇമേജുകളാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വളരെ കളർഫുള്ളായിട്ടുള്ള ഇമേജൊന്നും നമുക്ക് നേരിട്ട് ഈ ഫിറ്റ്സ് ഡാറ്റയിൽ നിന്ന് കിട്ടില്ല. അതിൽ നമ്മൾ പല പ്രോസസ്സിങ്ങുകളും പല പ്രൊസീജിയേഴ്സും പല തരത്തിലുള്ള സ്റ്റാൻഡർഡൈസേഷനും ഒക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഇമേജ് കിട്ടുന്നത്. ഒരു അമച്വർ ടെലസ്കോപ്പിൽ ഒരു സാധാരണ അമച്വർ ആസ്ട്രോണമർ ചിത്രീകരിച്ച 3i അറ്റ്ലസിൻ്റെ ഇമേജും ഇതിനോടൊപ്പം തന്നെ വൈറലായി. അപ്പോൾ ആ ഇമേജ് കാണുമ്പോൾ വളരെ കളർഫുള്ളാണ്. അടുത്തുള്ള ഗാലക്സികളെ പോലും നമുക്ക് കാണാൻ സാധിക്കും. വളരെ അട്രാക്റ്റീവാണ്. പക്ഷേ അതൊരു റോ ഇമേജ് അല്ല. നാസ നമുക്ക് ഷെയർ ചെയ്ത് തന്നത് ഒരു റോ ഇമേജാണ്. അതിനെ സൂം ചെയ്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പിക്സലേറ്റഡ് ആയിട്ടുള്ള ഇറോയ്ഡ് ആയിട്ടുള്ള ഇമേജസ് ആയിട്ടായിരിക്കും നമുക്ക് തോന്നുക. അത് നമ്മുടെ തോന്നൽ മാത്രമാണ്.
അതിൽ നമുക്ക് വേറെയും ഒരുപാട് പ്രോസസ്സുകൾ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ആ പൈപ്പ് ലൈനിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരു സാധാരണക്കാരന് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഇമേജായിട്ടത് മാറുന്നത്. ഈ ഒരു അമച്വർ ആസ്ട്രോണമർ ചിത്രീകരിച്ച ഇമേജ് അത് റോ ഇമേജായല്ല. അദ്ദേഹം ഒരുപാട് ഇമേജുകൾ എടുത്ത് അതിനെ പരസ്പരം ഒന്നിനു മുകളിൽ ചേർത്ത് വെച്ച് ഒരു ആസ്ട്രോഫിസിക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കോൺകാറ്റിനേഷൻ നടത്തിയതിന് ശേഷമാണ് ആ ഇമേജ് ഈ രൂപത്തിലേക്ക് മാറിയത്. എന്നിട്ടും ഈ രൂപത്തിൽ ശരിക്കും മാറിയിട്ടില്ല. അതിൽ നമുക്ക് ഒരുപാട് ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഫിൽറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊന്നും യൂസ് ചെയ്യുന്ന ഫിൽറ്ററുകളല്ല, സോഫ്റ്റ്വെയർസ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ കോഡുകൾ തന്നെയാണ്. നമുക്ക് പൈത്തൺ ലൈബ്രറീസ് യൂസ് ചെയ്തിട്ട് സ്കൈ ഇമേജ് ഒക്കെ വെച്ചിട്ട് ആസ്ട്രോപൈ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഫിൽറ്റേഴ്സൊക്കെ അപ്ലൈ ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്നും എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള ഇമേജാണ്. അപ്പോൾ അതിൽ നമുക്ക് ചിലപ്പോൾ പല തരത്തിലുള്ള കളേഴ്സൊക്കെ കാണാൻ സാധിച്ചു എന്ന് വരാം. അത് യഥാർത്ഥത്തിൽ അങ്ങനെ കാണാൻ പറ്റുന്ന കളറുകളല്ല, മറിച്ച് അത് നമ്മൾ സി മാപ്പ് അല്ലെങ്കിൽ കളർ ഫിൽറ്ററുകൾ അപ്ലൈ ചെയ്യുമ്പോൾ കാണുന്നതാണ്. നമ്മളതിന് പല കളേഴ്സ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ആ കളേഴ്സാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലാതെ ഉള്ള യഥാർത്ഥത്തിലുള്ള കളേഴ്സ് അല്ല. ഇതിനെ നമുക്ക് സ്യൂഡോ കളേർഡ് ഇമേജസ് എന്ന് വേണമെങ്കിൽ പറയാം. ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് ഉപയോഗിച്ചിട്ടും നമ്മൾ 3i അറ്റ്ലസിൻ്റെ ചിത്രം എടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിൻ്റെ സഹായത്താലാണ് നമ്മൾ അതിൻ്റെ മധ്യഭാഗത്തുള്ള ന്യൂക്ലിയസ് അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള കോമറ്റിൻ്റെ വലിപ്പം എത്രയാണെന്ന് എസ്റ്റിമേറ്റ് ചെയ്തത്. അത് റഫായിട്ടുള്ളൊരു എസ്റ്റിമേഷനാണ്. ഏകദേശം 5.5 കിലോമീറ്ററാണ് അതിൻ്റെ വലിപ്പം. റഫായിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമുക്കതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഇല്ലെന്നല്ല. ആസ്ട്രോണമിയിലെ കാൽക്കുലേഷൻസ് ഒക്കെ അത്തരത്തിലാണ് പറയുന്നത്. ഏകദേശം എന്നാണ് പറയുക. അതിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വാല്യൂവിൽ ചേഞ്ചസ് ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. നമ്മളിപ്പോൾ പ്രപഞ്ചത്തിൻ്റെ പ്രായം പറയുമ്പോൾ പോലും അതൊക്കെ റഫ് എസ്റ്റിമേഷനാണ്. നമ്മൾ ഒരു വിദൂരതയിലുള്ള ഒരു നക്ഷത്രത്തിൻ്റെ മാസ് സൂര്യൻ്റെ മാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് അത്രയും തന്നെ ആയിരിക്കണമെന്നില്ല. അതിൽ നിന്നും ഒരു ചെറിയ വ്യത്യാസമുണ്ടാകും. ആ ജേണൽ പേപ്പറിൽ തന്നെ എത്രമാത്രമാണ് അതിൽ എറർ വരാനുള്ള സാധ്യതയെന്ന് അതിൽ കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സെപ്റ്റംബർ 8-9 ദിവസങ്ങളിൽ നമുക്ക് സൈക്കി സ്പേസ് ക്രാഫ്റ്റ് ഉപയോഗിച്ചിട്ട് 3i അറ്റ്ലസിനെ ചിത്രീകരിക്കാൻ സാധിച്ചിരുന്നു. സെപ്റ്റംബറിൻ്റെ അവസാന നാളുകളിൽ നമുക്ക് ലൂസി മിഷനുകളിലൂടെയും ചിത്രീകരിക്കാൻ സാധിച്ചിരുന്നു. ഇതിൽ ലൂസി മിഷൻ ചിത്രീകരിച്ച ഇമേജ് അത് കുറേ കൂടെ അട്രാക്റ്റീവാണ്. കാരണം 3i അറ്റ്ലസിൻ്റെ പിൻഭാഗത്ത് നിന്നാണ് അത് എടുത്തിരുന്നത്. അതായത് ടെയിലാണ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത്. ആ ടെയിലിൻ്റെയൊക്കെ പുറകിലായിട്ടാണ് കോമറ്റ് വരുന്നത്. ഭൂമിയിൽ നിന്നാൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു വ്യൂ പോയിന്റ് നമുക്ക് കിട്ടില്ലായിരുന്നു. ചൊവ്വാഗ്രഹത്തിന് ചുറ്റുമായി പരിവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന മേവൻ മിഷനിലൂടെ ആ മേവൻ മിഷനിൽ ഘടിപ്പിച്ചിരുന്ന അൾട്രാ വയലറ്റ് സ്പെക്ട്രോഗ്രാഫ് ഉപയോഗിച്ചിട്ട് 3i അറ്റ്ലസിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജൻ വാതകത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് സാധിച്ചിരുന്നു. സൂര്യനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സോഹോ മിഷൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കാത്ത ബ്ലൈൻഡ് സ്റ്റേറ്റിലായിരുന്ന സമയത്തെ 3i അറ്റ്ലസിൻ്റെ ചിത്രങ്ങൾ ചിത്രീകരിക്കാനും പഠിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ഉപയോഗിച്ചിട്ടും സ്പിയറെക്സ് ഉപയോഗിച്ചിട്ടും 3i അറ്റ്ലസിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും H2Oയുടെയും അതായത് ജലത്തിൻ്റെയും സാന്നിധ്യം നമുക്ക് പഠിക്കാൻ സാധിച്ചിരുന്നു. അതിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ജലത്തിനേക്കാൾ കൂടുതലാണെന്ന് നമ്മൾ മനസ്സിലാക്കി. സാധാരണഗതിയിലുള്ള നമ്മുടെ സൗരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോമറ്റുകളിൽ നേരെ തിരിച്ചാണ്. കൂടുതലായിട്ട് ജലത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും, പക്ഷേ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യമാണുള്ളത്. പിന്നെ നമ്മുടെ സൗരത്തിലുള്ള കോമറ്റുകളിൽ നിക്കലിൻ്റെയും അയണിൻ്റെയും സാന്നിധ്യമൊക്കെ വളരെ ദുർലഭമാണ്. പക്ഷേ ഇതിൽ വലിയ അളവിൽ തന്നെ നിക്കലും അയണും അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടെത്തി. ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ ഇൻ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് നമ്മുടെ സൗരത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് അല്ല. മാത്രമല്ല ഇതിൻ്റെ പ്രായവും വളരെ വളരെ പ്രാചീനമാണ്. നമ്മുടെ സൗരയൂഥമൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഈ ഇൻ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റും ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ പ്രായം നമ്മൾ നിർണ്ണയിച്ചതെന്നല്ലേ? അതിൻ്റെ പ്രായം നിർണ്ണയിക്കാനുള്ള ഒരു ഫാക്ടർ അതിൻ്റെ വേഗതയാണ്. 58 km/s ഇത് നമ്മുടെ സൗരയൂഥത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ സൗരയൂഥത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച നമ്മൾ കണ്ടെത്തിയ ആ 2 ഇൻ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റുകൾക്കും ഇത്രയും വേഗതയില്ലായിരുന്നു. ഇതിൻ്റെ ഏകദേശം പകുതി വേഗത മാത്രമാണ് അവയ്ക്കുണ്ടായിരുന്നത്. അതിൻ്റെ അർത്ഥം ഇത് വളരെയധികം അകലെ നിന്ന് വന്നതാണെന്നും വളരെയധികം പ്രാചീന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റാർ സിസ്റ്റത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. ഒരുപക്ഷെ ആ സ്റ്റാർ സിസ്റ്റം തന്നെ ഇപ്പോൾ ഉണ്ടാകില്ല. ആ സ്റ്റാർ തന്നെ ഇപ്പോൾ ഒരു വെള്ളക്കുള്ളനോ അല്ലെങ്കിൽ ഒരു ന്യൂട്രോൺ സ്റ്റാറോ അതുമല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഹോളോ ഒക്കെ ആയി മാറിയിട്ടുണ്ടായിരിക്കാം. നാസയുടെ ഏറ്റവും പുതിയ അനൗൺസ്മെൻ്റ് അനുസരിച്ച് 3i അറ്റ്ലസിൽ നമുക്ക് ഒരു രീതിയിലുള്ള ടെക്നോ സിഗ്നേച്ചറും കണ്ടെത്താൻ സാധിച്ചില്ല.
അതായത് ഇത് ഏലിയൻ നിർമ്മിതമായിട്ടുള്ള ഒരു വസ്തുവാണെന്നുള്ള ഒരു രീതിയിലുള്ള തെളിവ് നമുക്ക് കിട്ടിയിട്ടില്ല. ആവി ലോബിനെ പോലുള്ള ഗവേഷകർ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത് അവ്യൂഹങ്ങൾ മാത്രമാണ്. ഇത് അങ്ങനെ ആയിരിക്കാം, ഇത് ഇങ്ങനെ ആയിരിക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ്. അല്ലാതെ അതിലൊരു ശാസ്ത്രീയ പഠനം നടത്തിയിട്ട് അവർ ഒരു കാര്യവും പബ്ലിഷ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഗവേഷണങ്ങളും പബ്ലിഷ് ചെയ്ത് വന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. അത്തരത്തിൽ എന്തെങ്കിലും ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കമൻറ്റിൽ രേഖപ്പെടുത്താം. അത് വായിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ഞാൻ ഗൂഗിൾ സ്കോളറിലൊക്കെ ഒരുപാട് പരിധി നോക്കി, പക്ഷേ അത്തരത്തിൽ ഇത് ഏലിയൻ ഒബ്ജക്റ്റ് ആണെന്ന് സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു തെളിവുകളും ആരും മുന്നോട്ട് വെച്ചിട്ടില്ല. നിലവിലുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ 3i അറ്റ്ലസ് അതൊരു കോമറ്റ് മാത്രമാണ്. ഒരു കോമറ്റിൻ്റെ ഫിസിക്സ് നിയമങ്ങൾ എല്ലാം ഈ കോമറ്റിൽ അതേപടി തന്നെ ബാധകമാണ്. ഇതിൽ ചില വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം. അതിൻ്റെ വേഗതയിൽ വ്യത്യാസമുണ്ട്, അതിലടങ്ങിയിരിക്കുന്ന കെമിക്കൽ കോമ്പോസിഷനിൽ വ്യത്യാസമുണ്ട്. അതിൻ്റെ കാരണം ഇത് വളരെയധികം വിദൂരതയിലുള്ള ഒരു സ്റ്റാർ സിസ്റ്റത്തിൽ നിന്ന് വന്നിട്ടുള്ളത് കൊണ്ടാണ്. ആ സ്റ്റാർ സിസ്റ്റം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ സൗരയൂഥം ഉണ്ടാകുന്നതിനും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻസ് ഒക്കെ വ്യത്യാസമായിരിക്കുമെന്ന് മാത്രം. ചില ഗവേഷകരൊക്കെ നവംബർ മാസത്തിൻ്റെ തുടക്കത്തോടു കൂടി ഈ കോമറ്റ് പൂർണ്ണമായിട്ടും ഇല്ലാതെയാകും, സൂര്യൻ്റെ റേഡിയേഷനെ അതിജീവിക്കാൻ അതിന് സാധിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. ഡിസംബർ 19 നമ്മുടെ ഭൂമിയുടെ ഏറ്റവും അടുത്തുകൂടെ ഇത് കടന്നു പോകും. ആ സമയത്ത് ഭൂമിയുമായി ഇതുണ്ടാക്കുന്ന ദൂരം 27 കോടി കിലോമീറ്റർ ആയിരിക്കും. ഇതൊരിക്കലും ഭൂമിയെ വന്ന് ഇടിക്കില്ല. അതോർത്ത് നമ്മൾ ഒരു രീതിയിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് വെറും ക്ലിക്ക് ബൈറ്റുകൾ മാത്രമാണ്. അതൊരിക്കലും വിശ്വസിച്ച് നിങ്ങൾ പാനിക്കാകാതിരിക്കുക. നമ്മുടെ ഇസ്രോയിലെ ഗവേഷകർക്ക് 3i അറ്റ്ലസിനെ ചിത്രീകരിക്കാനും പഠനങ്ങൾ നടത്താനും സാധിച്ചിരുന്നു. ഇസ്രോയുടെ അണ്ടറിൽ വരുന്ന PRL അല്ലെങ്കിൽ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയുടെ അണ്ടറിലുള്ള മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന 1.2 മീറ്റർ ടെലസ്കോപ്പ് ഉപയോഗിച്ച് നവംബർ മാസം 12 മുതൽ നവംബർ മാസം 15 വരെയാണ് ഇതിനെ നമ്മൾ ചിത്രീകരിച്ചത്. ആ ചിത്രീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്രോയിലെ ഗവേഷകർ തന്നെ പറയുന്നത് ഇത് വെറും ഒരു കോമറ്റ് മാത്രമാണ്, അല്ലാതെ ഇതിൽ ഒരു രീതിയിലുള്ള ടെക്നോ സിഗ്നേച്ചറുകളും ഇല്ലെന്നാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റും പ്രചരിപ്പിക്കുന്ന തെറ്റായിട്ടുള്ള കപടപരമായിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിച്ച് അതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. 3i അറ്റ്ലസ് ഇവിടെ നിന്നും വളരെയധികം ദൂരേക്ക് പോയാലും നമുക്ക് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ഉപയോഗിച്ച് കുറേയധികം നാളത്തേക്ക് പഠിക്കാൻ സാധിക്കും. ജെയിംസ് വെബിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഫ്രാറെഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നമ്മളെ അതിന് സഹായിക്കുന്നത്. ഇത് ശരിക്കും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്കൊരിക്കലും മറ്റൊരു സ്റ്റാർ സിസ്റ്റത്തിലേക്ക് നമ്മുടെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പോകാനോ അവിടെ പഠനങ്ങൾ നടത്താനോ ഒന്നും സാധിക്കില്ല. അവിടെ നിന്നൊരു ഒബ്ജക്റ്റ് നമ്മുടെ തൊട്ടടുത്തുകൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സഞ്ചരിക്കുന്ന ലബോറട്ടറിയാണ്. നമുക്ക് കൂടുതൽ പഠിക്കാനും നമ്മുടെ ശാസ്ത്രത്തെ കുറച്ചുകൂടെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനുമൊക്കെ ഇത് നമ്മളെ സഹായിക്കത്തേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ്. ഈ 25 മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക.